ഹായ് ഹലോ. ഈ പിക്ചറിൽ കാണുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ഇന്നലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇന്നലത്തെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണത്. ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. അധികം പണിയൊന്നും തീരാത്തൊരു സ്ഥലമാണെങ്കിലും അവരുടെ സർവീസ് അടിപൊളിയായിരുന്നു. നമ്മളവിടെ എത്തിയപ്പം ബോട്ടിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം പിന്നെ കുറച്ച് ആഴമുള്ള സ്ഥലങ്ങളിലേക്കാണ് എത്തുന്നത്. അപ്പം നമ്മൾ ആ ജാക്കറ്റൊക്കെ അവരൊന്ന് ടൈറ്റാക്കി ഇടാനൊക്കെ പറഞ്ഞ് കുറച്ച് നല്ല സ്ഥലങ്ങളാണ്. ഇനി കുറച്ച് ആഴം കൂടിയ സ്ഥലങ്ങളും നമ്മളൊരു ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു കുരിശൊക്കെ കാണുന്ന ഈ ഒരു പാറയും ഇതൊക്കെ ഈ കായലിൻ്റെ പുഴേൻ്റെ നടുക്കാണ്. പിന്നെ ഈ കായലും കടലും കൂടെ കൂടിച്ചേരുന്ന സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് തിരമാലകൾ അടിക്കുന്നതും പിന്നെ അതുപോലെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു ഗതി മാറുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ നല്ലോണം അത് ഫീൽ ചെയ്യുകയും നല്ലോണം ആസ്വദിക്കുകയൊക്കെ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഇതൊക്കെ ഫ്ലോട്ടിംഗ് റിസോർട്ടുകളാണ്. നമ്മൾ ആ റിസോർട്ടുകളുടെ അടുത്ത് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ റിസോർട്ടിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയമാകുമ്പോഴത്തേക്ക് വെക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇനി ഈവനിങ് ആണ് എല്ലാവരും വരുന്നത്. പിന്നെ ഒരു ബീച്ചാണത്. ഈ ബീച്ചിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് റിസോർട്ട്സ് വരുന്നത്. റിസോർട്ട് മാത്രമല്ല, കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതൊന്നും നൈറ്റ് വർക്കിംഗ് അല്ല എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. എന്തോ കറണ്ടിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ആയിട്ടാണ് നൈറ്റ് വർക്കിംഗ് അല്ലാത്തത്. നമ്മൾ ഈ കാണുന്ന ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ട് ഈ ബീച്ചിൻ്റെ ഒരു കരയിലേക്ക് അവരടുപ്പിച്ച് നിർത്തി തന്ന് നമ്മളെല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഒരു ടാസ്ക്കാണ്. ബാക്കി യാത്രയൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഇറങ്ങിയിട്ട് ഈ ബീച്ചിൽ നമുക്കൊരു 15 മിനിറ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മളെ പാക്കേജിലുള്ളതാണ്. നമുക്കൊരു 15 മിനിറ്റ് ഈ ബീച്ചിൽ ഒന്ന് കറങ്ങി കാണാനുള്ള ഒരു സമയമുണ്ട്. ഈ പുഴേൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് ബീച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പൂഴിയിൽ കൂടെ നടന്നിട്ട് നമ്മൾ ബീച്ചൊക്കെ കണ്ട് കുറച്ച് നേരം അവിടുത്തെ ബീച്ചിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളത്തിന് വേറെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പത പോലെ തോന്നി. നമ്മളെ ഇവിടെ കാണുന്ന വെള്ളത്തിനേക്കാളും ഒരു പ്രത്യേകത തോന്നി അവിടുത്തെ ബീച്ചിന്. നമ്മളതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ ബീച്ചിൽ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് ഇളനീരും നൊങ്ക് പറഞ്ഞ ഒരു സാധനമാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് സെയിലാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരുപാട് ഇതുണ്ട്. പിന്നെ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അതുണ്ട്. അപ്പം നമ്മളും അത് വാങ്ങിച്ചിട്ടോ. നമ്മൾ അത് വാങ്ങിച്ചു. പിന്നെ എന്തൊക്കെയോ മധുരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബോട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിച്ച് നമ്മൾ കരയിലെത്തി.